ശ്രീ കുര്യൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ കുര്യൻ, ചുരുങ്ങിയ വാക്കുകൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ ഞാൻ തൃശ്ശൂർ ടൗണിലാണ്. ടൗൺ. ഞാൻ ഇറാനായിട്ട് 25 വർഷം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇറാനിൽ പോയി 25 വർഷം ഉണ്ടായിരുന്നു. ദുബായിൽ ബിസിനസ്സാണ് എനിക്ക്. ഞാൻ ഇപ്പോഴും ബിസിനസ് ചെയ്യേണ്ടത് ഇറാനുമായിട്ട് മാത്രം. ഇതിന്റെ യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ ജനങ്ങൾ ആരും ഈ ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ല. അവിടുത്തെ അവിടുത്തെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. 80% ജനം ഈ ഭരിക്കുന്ന റിലീജിയസ് ഗവൺമെന്റിനെതിരാണ്. അതെന്തുകൊണ്ടാണ്? ഈ മത പൗരോഹിത്യം ആണ് പ്രശ്നം. അവിടുത്തെ ജനങ്ങൾ വളരെ ഫ്രീയും നല്ല മനുഷ്യരാണ് അവര്. എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ ഭാഷ സംസാരിക്കാം. അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഇറാൻ എല്ലായിടത്തും പോയി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവരോട് ഇത്ര നല്ല മനുഷ്യ ലോകത്തില്ല. പക്ഷേ ഈ റിലീജിയസ് ഗവൺമെന്റ് വന്നപ്പോ മുഴുവൻ തകർന്നു വീഴാൻ. അപ്പൊ ഇനി പകരം ഈ ഷാ കുടുംബത്തിലെ ആളുകൾ വന്നാൽ? ഷാ അല്ല, അവർ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വരും. വിത്തിൻ 1 വീക്ക് ഇറാൻ സറണ്ടർ ആവും. 1 വീക്ക്, ഒരു വീക്കിനുള്ളിൽ ഇറാൻ സറണ്ടർ ആവും. കാരണം എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറ്റാക്ക് ചെയ്തപ്പോ അവിടുത്തെ കസ്റ്റമേഴ്സ് പറഞ്ഞു അവർക്ക് യാതൊരു വിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ് അവരുടെ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോ ഒരൊറ്റ തവണ അവര് ഖത്തറിലേക്ക് അറ്റാക്ക് ചെയ്തത്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ ഗൾഫ് കൺട്രീസിനും ഇറാൻ അറ്റാക്ക് ചെയ്തു. നിങ്ങളത് ശ്രദ്ധിക്കണം. എനിക്ക് 70 വയസ്സായി. 25 വർഷം ഇറാനിലെ എല്ലാ 2 മാസം കൊണ്ട് യാത്ര ചെയ്ത വ്യക്തിയാണ്. അനുഭവത്തിന്ന് പറയണത്. അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് ഇറാനിലെ ജനങ്ങൾക്ക് അവിടുത്തെ സർക്കാരിനോട് യാതൊരു താല്പര്യമില്ല. അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വരാനുള്ള സാധ്യതയാണ്. അതാണ് വരേണ്ടതും. അത് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ശാന്തവും. പെർമനന്റ് ശാന്തത വരും അവിടെ. അപ്പൊ ഈ അവിടുത്തെ ഈ മത നേതൃത്വം അല്ലെങ്കിൽ പരമോന്നത നേതാവ് ഒക്കെ ഉണ്ടല്ലോ ഖമനേയിക്ക്, അപ്പൊ ഇവർക്ക് ഒന്നും ജനപിന്തുണ ഇല്ല. അവരെ യാതൊരു പിന്തുണയില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 10 എത്ര ആള് വെടിവെച്ചു കൊന്നു ആർക്കറിയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടില് ഒരിക്കൽ നമ്മുടെ സമരം ഉണ്ടായി. ഇന്ത്യയില് കർഷകർ സമരം ഉണ്ടായി. 2 വർഷം പിടിച്ചു വന്നു. ഒരൊറ്റ ആൾക്കാർ ഇന്ത്യൻ പട്ടാളം വെടിവെച്ചു കൊന്നില്ല. അതേസമയം ഇറാനില് എന്റെ കസ്റ്റമേഴ്സിന്റെ ബന്ധുക്കാരെ മുഴുവൻ വെടിവെച്ചു പോകുന്നുണ്ട് അവിടെ. കുട്ടികളെ പെൺകുട്ടികളെയും ചെറിയൊരു സ്കൂളിൽ വന്ന കുട്ടികളെ വരെ അവർ വെടിവെച്ചു പോകുന്നു പട്ടാളം. ആരും ചോദിക്കാനില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം. എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മള് ഇവിടെ ഇരുന്ന് ഇത് അമേരിക്ക ഒരു കടന്നുകയറ്റം നടത്തുകയാണ്, ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിയ ലോക പോലീസ് ചമയുകയാണ്, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടാത്തൊരു സർക്കാരിനെയാണ് അവർ തമ്മിലുള്ളൊരു തർക്കമാണ് അല്ലേ? അതാണ് സത്യത്തില്. ഇതിപ്പോ നമ്മുടെ ഈ കമന്റ് പറയുന്ന ആൾക്കാർക്ക് ഈ കേരളത്തിൽ ഇരുന്നിട്ടുള്ള ഈ രാഷ്ട്രീയത്തിന്റെ ബേസിലാണ് അവർ പറയുന്നത്. ഞാൻ നേരിട്ട് പോയി, എന്റെ മകനാണ് കച്ചവടം ചെയ്യുന്നത്. ഞാൻ ഇവിടെ കുര്യൻ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്? സ്പെയർ പാർട്സ് ദുബായിൽ നിന്നാണ് ഞങ്ങളുടെ ബിസിനസ് ചെയ്തത്. ഓട്ടോമൊബൈൽസിന്റെ സ്പെയർ പാർട്സ്. അതെ. ഞാൻ ഇപ്പോഴും ഇന്ന് പോലും സാധനം അയച്ചു. കസ്റ്റമേഴ്സിന് ഒരു പ്രശ്നം. കസ്റ്റമർ പറഞ്ഞ 1 വീക്ക് ടൈം ഫിനിഷ്. ഇന്ന് വരെ സാധനം ഞങ്ങൾ ലോഞ്ചിൽ കയറ്റി വിട്ടു. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ അവിടുത്തെ മനുഷ്യർ വളരെ വികസനോന്മുഖമായ പുരോഗമന നല്ല മനുഷ്യരാണ്. ഇത്ര നല്ല ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ളത് ശാന്തരായിട്ടുള്ള ഒരു ജനത ലോകത്തിലുണ്ടാവില്ല. ഇന്ത്യയുടെ കൾച്ചറും ഇറാന്റെ കൾച്ചറും സെയിം ആണ്. നമ്മൾ അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ, സാറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്ത്യൻ റുപ്യ ഒരു ഡോളറിന് 90 രൂപയാണ് ഇപ്പൊ അല്ലേ? 1979 ഒരു ഡോളർ 3 തൊമ്മനായിരുന്നു അവര്. ഇന്ന് 1,50,000 രൂപയാണ് അവരുടെ. ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടേ സാറിന്? അതായത് 1979 ഇറാൻ വിപ്ലവം നടക്കുമ്പോ ഒരു ഡോളർ 3 രൂപയായിരുന്നു അവര്, ഇറാൻ തൊമ്മൻ. ഇന്ന് ഒരു ഡോളർ 1,50,000 തൊമ്മനാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞു. അവിടുത്തെ 80% ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല. ഭക്ഷണം ഇല്ല. എനിക്കറിയാവുന്നതാണ്. ഒരു 10 ദിവസം ജീവിക്കാനുള്ള പൈസ കിട്ടില്ല അവരുടെ ഇപ്പോഴത്തെ ഈ സാധനം മേടിക്കാൻ പറ്റില്ല. ഇതാണ് റിയാലിറ്റി. ഇത് നമ്മുടെ ജനത്തിന് അറിയില്ല. ഈ കേരളത്തിലിരിക്കുന്ന മലയാളിക്കും ആർക്കും അറിയില്ല. ഞാൻ നേരിട്ട് അനുഭവിച്ചോണ്ട് ഞാൻ പറയണതാ. അല്ലാണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സമാധാന അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഒരു തീർന്ന് ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരാൻ അവിടെ ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടോ ശ്രീ കുര്യൻ? ഉണ്ട്. അതല്ലേ അവിടുത്തെ മത ഗവൺമെന്റ് തിയറി എന്താ? ഒരു ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കാൻ പറ്റില്ല. ഇലക്ഷൻ നിൽക്കാൻ സാധിക്കില്ല. അവര് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ അവർ അലോ ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും വേണമെങ്കിൽ ഇലക്ഷന് നിൽക്കാം. ഏത് പാർട്ടി വേണമെങ്കിൽ ഫോം ചെയ്യാം. ഇത്രയും ഫ്രീഡം നമ്മുടെ ഇന്ത്യയിലുണ്ട്.
അവിടെ അതില്ല. യെസ്, ഏതായാലും അങ്ങയുടെ ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യം ഞാൻ അതുകൊണ്ട് ഞാൻ എന്റെ കേസിൽ വിളിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഉണ്ടാവുന്ന അനുഭവം കണ്ടപ്പോ ഈ ആൾക്കാർ പറയുന്നത് കേട്ടോ, ഞാൻ അവിടെ 25 വർഷമായിട്ട് എവരി 3 months പോയി സംസാരിച്ച് അവരുടെ ഭാഷ അവരുടെ വീട്ടിൽ താമസിച്ച് ആ ജനങ്ങളായിട്ട് അടുത്തറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഇത്രയും നല്ല മനുഷ്യൻ ഇന്ത്യക്ക് ഏറ്റവും നല്ലതാണ് അവിടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വരുന്നത്, ലോകത്തിന് നല്ലതാ. അങ്ങയുടെ ഇത് ജനങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. എനിക്ക് 70 വയസ്സായി. ഇത് ഇത്തരം നേരിട്ടുള്ള അനുഭവങ്ങൾ കൂടി ചേരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു അപ്പൊ ഞാൻ പറയുന്നത് ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരാഴ്ച അവര് എന്റെ കസ്റ്റമർ പറയുന്നത് 1 വീക്കിന് ടൈമിനുള്ള ഇറാൻ മിലിറ്ററി സറണ്ടർ ആവും. പിടിച്ചേക്കാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ടാണ് അവര് ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഈ 7 ഗൾഫ് കൺട്രീസിനെ അവർ അറ്റാക്ക് ചെയ്ത്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം അവർ ലാസ്റ്റിൽ മാത്രമാണ് ഖത്തറിനെ അറ്റാക്ക് ചെയ്തത്. ഇസ്രായേലിന് മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ അവിടുത്തെ യുഎസിന്റെ എയർ ബേസുകളാണല്ലോ അറ്റാക്ക് ചെയ്യുന്നത്. അത് അവർക്കറിയാം. കൂടുതൽ ദിവസം ചെല്ലുന്നവർ അവരെ കപ്പാസിറ്റി ഇല്ലാണ്ടാവും. അവര് മിസൈൽ അയക്കാൻ പോലും പറ്റാതെ വരും. വിത്തിൻ 4 days. അവർ പറഞ്ഞ 4 days എന്നാണ് ഇസ്രായേൽ ഡിക്ലെയർ ചെയ്ത്. 4 days അല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ ഇത് ഫിനിഷ് ആവും. ആ സറണ്ടർ ആവും ഗവൺമെന്റ്. ഐദർ കോമനായി മരിക്കും അല്ലെങ്കിൽ അവരെ പിടിച്ച് ഹാങ് ചെയ്യും പുതിയ ഗവൺമെന്റ്. 100% ഷുവറാണ്. ഇത് എഴുതിയിട്ടുള്ളൂ സാറ്. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങയുടെ ആ ഒരു വ്യക്തമായ അനുഭവ പരിചയത്തിൽ ഞാൻ അതെന്ന് വെച്ചാൽ ഈ ജനങ്ങള് നാളെ അഭിപ്രായം പറയുമ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ട് പറയാം. ഇതിന്റെ പൊളിറ്റിക്സ്, അവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് അറിഞ്ഞിട്ട് അവിടുത്തെ അനുഭവങ്ങൾ ഉള്ള ഒരാൾ പറയണം. ഞാനൊരു യങ്ങറായിട്ട് ഒരാളൊന്നുമല്ല. എനിക്ക് 17 വയസ്സായി. ഞാൻ 30 വർഷമായിട്ട് ഇറാനിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ദുബായിൽ നിന്ന് അവിടെ പോവും, അവിടെ യാത്ര ചെയ്യും, സന്ദർശിക്കും. അവർ ജനങ്ങളായിട്ട് അത്രയും കോണ്ടാക്ട് എനിക്കുണ്ട്. അപ്പൊ അങ്ങയുടെ ആ ഒരു നിലപാട് ഏതായാലും ഒരു നേരിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ്. അപ്പൊ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെച്ചത് സമയം എനിക്ക് തന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നത്, ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് എന്നോട് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഒരു $43 ലക്ഷം, ഒരു $92 റുപ്പീസ് ആയി എന്നൊക്കെ ഇപ്പം സാമ്പത്തിക കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് വെച്ച് മറ്റാളുകളും കൂടി എനിക്ക് പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. നുറോത്തോ എനിക്ക് പറയുന്നുണ്ട്, ഇന്ത്യ അമേരിക്കയുമായി അകലം പാലിക്കണം, ലോക സാമ്പത്തിക വരൾച്ച വരാനിരിക്കുന്ന അറേബ്യൻ സാമ്രാജ്യം തകരും, പാനിക്കാകേണ്ട കാര്യമില്ല, എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ 5 കുട്ടികൾ മുതിർന്നവരും മണിക്കൂറിനുള്ളിൽ മരിച്ചല്ലോ എന്നാണ് എന്നോട് ജയകുമാർ ചോദിക്കുന്നത്. ഇതൊക്കെ ഋഷാദെ, ഏതായാലും ഇത് ഒരാഴ്ച കൊണ്ട് തീരും എന്നാണ് ഈ ഇറാനുമായി അടുപ്പമുള്ള ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എന്നോട് പങ്കുവെക്കുന്നത്. അവിടെ ജനാധിപത്യ സർക്കാർ വരുന്നതോടുകൂടി ഇതൊക്കെ തീരും. അത് ആദ്യഘട്ടത്തിൽ ഈ ആക്രമണം ഉണ്ടായത് അത് ഒരു ഭയാശങ്കയിൽ നിന്ന്, ഭീതിയിൽ നിന്ന് ഒക്കെയാണ് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഇത് ഒരുപക്ഷെ അവർക്കിത് മനസ്സിലാകും. പക്ഷേ ഈ നാട്ടിലുള്ള ആളുകൾ നിങ്ങളുടെ സുരക്ഷയെ ഓർത്ത് വലിയ തോതിൽ ആശങ്കപ്പെടുന്നുണ്ടാകും. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നാട്ടിലുള്ള അതിന്റെ ഗ്രൂപ്പുകളിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ്. കാരണം കുറച്ച് ന്യൂസുകൾ നമ്മൾ പറയാം, രണ്ടിന്റെ സെന്റർ എടുത്തിട്ടാണ് നാട്ടിൽ കുറെ ന്യൂസുകൾ വരുന്നത്. ഇവിടെ ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇവിടെ സേഫാണ് എല്ലാവരും. ഇപ്പൊ പേടിക്കാനുള്ളതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും വളരെ സേഫാണ്. ഓക്കെ ഋഷാദ്, അവിടെ നിന്ന് എന്തെങ്കിലും പ്രധാന വാർത്തകൾ അല്ലെങ്കിൽ പ്രധാന സംഭവങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി ഞാൻ വീണ്ടും ഋഷാദിലേക്ക് വരാം. വളരെ നന്ദി അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയൊക്കെ ചെയ്തതിന്. ഇപ്പം എന്നോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, യെസ്, ഗുഡ് മോർണിംഗ് എന്നല്ലേ അവിടെ പറയണ്ടേ? ഇപ്പം പ്രദീപ് എഴുന്നേറ്റ് കാണും അല്ലേ? ഗുഡ് മോർണിംഗ്. ഇത് ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പേ പറഞ്ഞിരുന്നു, ഇറാൻ എന്ന രാജ്യത്തിനെ തീർച്ചയായിട്ടും അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് എത്ര പേരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആൾക്കാർ മരിക്കുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഈ ലോകത്ത് തീവ്രവാദം വിതയ്ക്കുന്ന, തീവ്രവാദത്തിന് വളമിടുന്ന, തീവ്രവാദത്തിന് ഫണ്ടിങ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പിന്നെ മിസ്റ്റർ കുര്യൻ, ഐ തിങ്ക് കുറച്ചു നേരം സംസാരിച്ച വ്യക്തി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും നല്ല ആൾക്കാരിൽ 1%, നല്ലൊരു ശതമാനം ഇറാനികളും വളരെ നല്ല സൂപ്പർ ആൾക്കാരാണ്. ഇത്രയും അവരെ സ്നേഹിക്കാനും യഥാർത്ഥത്തില് ഇന്ത്യക്കാരെ മിസ്റ്റർ കുര്യൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പങ്കുവച്ചത്. അത് പലരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്ദകുമാർ പി പറയുന്നത് നന്നായി പ്രതികരിച്ച ശ്രീ കുര്യന് അദ്ദേഹം തംസപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഖംനേയെ പോലുള്ളവർക്ക് ലോകത്തിന് ഭീഷണിയാണെന്ന് മാത്യു പറയുന്നുണ്ട്. അപ്പോൾ കുര്യൻ പറഞ്ഞതിനോട് 101% യോജിക്കുന്നു എന്ന് എന്നോട് ഫെയിൻറ്റ് ബോയ് പറയുകയാണ്.
അങ്ങനെ ആ സാമ്പത്തിക പ്രശ്നമൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ആളുകൾ അംഗീകരിക്കാനായിട്ട്. അപ്പോൾ നുറോത്തോ എന്നോട് പറയുന്നത് അത് ടെററിസ്റ്റ് റൂളാണ് ഈ ഷാസിൻ്റെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ലോക സാമ്പത്തിക വരൾച്ച വരാനിരിക്കുന്ന അറേബ്യൻ സാമ്രാജ്യത്തെ തകർക്കുമെന്ന് ആഷിഫ് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് 5 കൺട്രീസാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് എന്നോട് നുറോത്തോ പറയുന്നു. ഇപ്പോൾ ഇറാൻ. അപ്പോൾ ജസീറ സെയിം ഓക്കെ അതാണ്. അപ്പോൾ തുടരാം. ഞാനിത് കേട്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചെന്നേ ഉള്ളൂ. അതെ അതെ, അദ്ദേഹം പറഞ്ഞത് ഒരു 100% ശരിയാണ് മിസ്റ്റർ മനു. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തില്